അധിക ആളുകൾ ഫെയിൽ ആകുന്നത് അവർക്ക് ബിസിനസിന്റെ ഐഡിയ ഇല്ലാത്തത് കൊണ്ടല്ല. അത് അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് പരാജയപ്പെടുന്നത്. ഞാൻ ഒരുപാട് ആളുകളെ, ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് നല്ലൊരു ബിസിനസ് ഐഡിയ, അവർ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അടുത്ത് നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, അപ്പോൾ തന്നെ ഐ വാണ്ട് ടു സ്റ്റാർട്ട് സംതിങ്, അപ്പോൾ ഐ വാണ്ട് ഫൈനാൻഷ്യൽ ഫ്രീഡം. പക്ഷെ പല ആളുകളെ ഞാൻ പിന്നീട് മീറ്റ് ചെയ്യുന്ന സമയത്ത്, ചിലപ്പോൾ 6 മാസങ്ങൾക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം, അവർ അതേ ഒരു സ്റ്റേജിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. സ്റ്റിൽ തിങ്കിങ്, സ്റ്റിൽ പ്ലാനിങ്, സ്റ്റിൽ സ്റ്റെപ്പ്. ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഷെയർ ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിയൽ ആയിട്ടുള്ള ഇൻകം നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു 7 സ്റ്റെപ്പാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ഐഡിയയെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ഓഫർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ നിങ്ങൾക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ ബിസിനസിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഒരു 7 സ്റ്റെപ്പ് ഫ്രെയിംവർക്കാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ക്ലാരിറ്റി ബിഫോർ ആക്ഷൻ എന്നുള്ളതാണ്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പല ആളുകളും ചെയ്യുന്ന ഒരു റോങ് ആയിട്ടുള്ള മൂവ് എന്തെന്ന് വെച്ചാൽ, അവർ ഫസ്റ്റ് തന്നെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും, അതുപോലെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജസ് കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്യും. അതൊരു റോങ് ആയിട്ടുള്ള മൂവാണ്. നമ്മൾ അതിന്റെ മുമ്പായിട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട, ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് പ്രോബ്ലം യു സോൾവിങ്? നിങ്ങൾ എന്തൊരു പ്രശ്നത്തെയാണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? അതുപോലെ ആരുടെ, ഫ്രം, ഫോർ ഹൂം? അതുപോലെ വൈ ഷുഡ് ദേ കെയർ? എന്തുകൊണ്ട് നിങ്ങളെ കെയർ ചെയ്യണം ഈ കസ്റ്റമേഴ്സ്? നിങ്ങളെ എന്തിനാണ് കെയർ ചെയ്യേണ്ടത് എന്ന് ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത്. അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു രൂപത്തിൽ പറയുന്നതിന് പകരമായിട്ട് പറയാം, ഐ വാണ്ട് സ്റ്റാർട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. അതിന് പകരമായിട്ട് ഞാൻ ഈ ഒരു രൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഐ ഹെൽപ്പ് സ്മോൾ റീറ്റെയിൽ ഷോപ്പ് ഇൻ കേരള ജനറേറ്റ് 50+ ലീഡ്സ് പെർ മന്ത് യൂസിങ് വാട്സ്ആപ്പ് ഓട്ടോമേഷൻ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു എന്താണ്, ജസ്റ്റ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെയിൽസ് പിച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ എന്താണോ, നമ്മൾ എന്തൊരു സർവീസ് ആണോ അല്ലെങ്കിൽ എന്തൊരു ഹെൽപ്പാണ് നമ്മൾ മാർക്കറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മിഷൻ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു ക്ലാരിറ്റിയാണ്. ആ ഒരു രൂപത്തിലുള്ളതായിരിക്കണം നമ്മുടെ കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, വാലിഡേറ്റ് ബിഫോർ യു ബിൽഡ്. നിങ്ങൾ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഐഡിയാസ് പല സമയത്തും റോങ് ആയിരിക്കാം, അത് പ്രോബ്ലം അല്ല, ദാറ്റ്സ് ഓക്കെ. അതിന് ഒരു ഐഡിയ കിട്ടിയാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ബിൽഡ് ചെയ്യാന്നതിന് പകരമായിട്ട് ഫസ്റ്റ് നിങ്ങൾ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. വാലിഡേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇത് എന്താണ് ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമോ, എങ്ങനെയൊക്കെ ആയിരിക്കും, അതിന്റെ ജസ്റ്റ് ഹൗ എന്നാണ് ജസ്റ്റ് അതിന്റെ ഡീറ്റെയിൽസ് ആണ്, എങ്ങനെയാണ് നമുക്ക് വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഷെയർ ചെയ്യുന്നത്. ടോക്ക് ടു 10 പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ കസ്റ്റമേഴ്സ് ആകാൻ സാധ്യതയുള്ള 10 കസ്റ്റമേഴ്സിനോടെങ്കിലും നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. അതുപോലെ അവരുടെ പെയിൻ പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കുക, ചോദിക്കാം. അപ്പോൾ തന്നെ നമ്മൾ പ്രീ സെല് ചെയ്യാൻ വേണ്ടിയിട്ടും, നമ്മുടെ പ്രൊഡക്റ്റ് കാര്യങ്ങൾ പ്രീ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു കോഴ്സ് ബിൽഡ് ചെയ്തിട്ട് ഒരു 10,000 രൂപക്ക് സെല് ചെയ്യുന്നതിന് പകരമായിട്ട് അത് നിങ്ങൾക്ക് ഒരു 5 പേർക്ക് ആയിട്ട് ജസ്റ്റ് ലൈക്ക് 3,000 രൂപത്തിൽ നിങ്ങൾക്ക് സെല് ചെയ്ത് നോക്കാം. എന്നിട്ട് ആ ഒരു 3,000-ന് ആരും ബൈ ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിൽ, പർച്ചേസ് ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിൽ, അതിന്റെ ഐഡിയ നമുക്ക് ഒന്നും കൂടി നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. അടുത്തൊരു പോയിന്റ്, ഡിഫൈൻ യുവർ പ്രോഫിറ്റബിൾ നീഷ് എന്നുള്ളത്. പല ആളുകളും നമ്മളൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നീഷ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പല ആളുകളും പാഷൻ ഒക്കെ നീഷായിട്ട് ചെയ്യാറുണ്ട്, പക്ഷെ അതിന് എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടത്. എല്ലാ നീഷസും നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല. അത് ജസ്റ്റ് നമുക്കൊരു ഹോബി ആയിട്ടൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നീഷ് വെച്ച് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡോണ്ട് ടാർഗറ്റ് എവ്രി വൺ എന്നുള്ളതാണ്. നമ്മൾ എല്ലാ ആളുകളെയും ടാർഗറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിന്റെ കുറച്ച് ഐഡിയാസ് ആണ് ഷെയർ ചെയ്യുന്നത്. ബാഡ് നീഷ് എന്നുള്ളത് ഐ ഹെൽപ്പ് ബിസിനസ്. ഗുഡ് നീഷ് എന്ന് പറയുന്നത് ഐ ഹെൽപ്പ് കേരള ഫുഡ് ബ്രാൻഡ്സ് ലോഞ്ച് ഓൺ ആമസോൺ. ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള നീഷാണ്. നമ്മൾ കോമൺ ആയിട്ടുള്ളത് കൊടുക്കുന്നതിന് പകരമായിട്ട്, ലൈക്ക് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജനറിക് ഡോക്ടർ, അപ്പോൾ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഏതൊരു ഡോക്ടർക്കായിരിക്കും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കാം? ജനറിക് ഡോക്ടേഴ്സ് എന്നാൽ അത്ര ഡിമാൻഡ്സ് കൂടുതൽ ഉണ്ടാവില്ല. നമ്മളൊരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഗൈനക്കോളജിസ്റ്റ്, അതുപോലെ ഓർത്തോപീഡിക്, അതൊക്കെ അങ്ങനെയുള്ള
ജസ്റ്റ് ഡോക്ടേഴ്സിനൊക്കെ അവർക്ക് ഡിമാൻഡ്സ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അത് തന്നെയാണ് മൈക്രോ നിഷ് എന്ന് പറയുന്നത്. നമുക്ക് ഡിമാൻഡ്സ് ഉള്ള നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത്, ഡിമാൻഡ്സ് ഉള്ള ഏരിയയിൽ സ്പെസിഫിക് ഈക്വൽ ടു ട്രസ്റ്റ്, അതേപോലെ തന്നെ അതോറിറ്റി, ഹൈ പ്രൈസിങ്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മൈക്രോ നിഷ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഡിമാൻഡ്സ് കൂടുതലായിട്ട് വരും. അതിനു മുമ്പ് നമ്മളൊരു നീഷ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കുക. ഹു ഹാസ് മണി, ഹു ഹാസ് അർജൻസി, ഹു ഹാസ് ഓൾറെഡി സ്പെൻഡ്. ഈ ഒരു മേഖലയിൽ മണിയുള്ള ആളായിരിക്കണം, അതുപോലെ അർജൻസി ഉള്ള ഒരു മേഖല ആയിരിക്കണം, അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലുള്ള ആളുകൾ ഓൾറെഡി ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കണം. അത്തരത്തിലുള്ള ഒരു നീഷാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഓഫർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പീപ്പിൾ ഡോണ്ട് ബൈ സർവീസ്, ദേ ബൈ ഔട്ട്കം. ആളുകൾ സർവീസസ് നമ്മൾ ഡയറക്റ്റ് പിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവർ പർച്ചേസ് ചെയ്യില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വെബ്സൈറ്റ് ഡിസൈൻ 25,000 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് നമ്മൾ ഹൈ കൺവേർട്ടിംഗ് വെബ്സൈറ്റ് ദാറ്റ് ജനറേറ്റ് 20+ ക്വാളിഫൈഡ് ലീഡ്സ് പെർ മന്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതായിരിക്കും കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത? അതൊരു നമ്മൾ ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും. നമ്മൾ ഡയറക്റ്റ് സെയിൽസ് പിച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ എന്തൊരു സർവീസാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഡീറ്റെയിൽ ജസ്റ്റ് അതിന്റെ ഇൻഫർമേഷൻ പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവർ സെയിൽസ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അടുത്ത പോയിന്റ്, ബിൽഡ് എ സിമ്പിൾ സെയിൽസ് സിസ്റ്റം എന്നുള്ളതാണ്. നമ്മളൊരു സെയിൽസിന് വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നോ സിസ്റ്റം റാൻഡം ഇൻകം ആയിരിക്കും. നമുക്കൊരു കറക്റ്റ് ആയിട്ട് ഒരു സിസ്റ്റം നമ്മൾ സെയിൽസിന് ബിൽഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻകം നമുക്ക് വരില്ല എന്നുള്ളതാണ്. പല മാസങ്ങളിലും പല രൂപത്തിലായിരിക്കും. അപ്പൊ നമ്മളൊരു സെയിൽസിന് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങളാണ്. കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാം, അതിൽ അതോറിറ്റി ബിൽഡിങ്ങിന് നമ്മുടെ ഒരു വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തന്നെ ലീഡ് ക്യാപ്ചർ, ഫ്രീ ഗൈഡ്, അതുപോലെ വെബിനാർസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ്, അതേപോലെ ഇമെയിൽ ഓട്ടോമേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. അതുപോലെ ക്ലോസിംഗ് പ്രോസസ്, കോൾ ഓർ ചെക്ക്ഔട്ട് എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് CTA കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. കൺഫ്യൂഷൻ ആൻഡ് ഫീഡ്ബാക്ക് ലൂപ്സ് ആണ് അടുത്തൊരു പോയിന്റ്. മോസ്റ്റ് പീപ്പിൾ ഓവർ തിങ്ക്. അധികം ആളുകളും കൂടുതലായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള പീപ്പിൾ അവർ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക. കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഫസ്റ്റ് വേർഷൻ, നിങ്ങൾക്ക് എന്തൊരു ഐഡിയ ആണുള്ളത് അതിന്റെ ഫസ്റ്റ് വേർഷൻ നിങ്ങൾ ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ വെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ്. നമുക്ക് വൺസ് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് കൺഫ്യൂസ്ഡ് യു, വാട്ട് ഡിഡ് യു ലൈക്ക്, വാട്ട് ക്യാൻ ഇംപ്രൂവ്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺഫ്യൂസ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിനോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് നമ്മുടെ സർവീസിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് ഓപ്പൺ ആയിട്ട് ചോദിക്കുക. അതുപോലെ എന്താണ് നമ്മുടെ സൈഡിൽ നിന്ന് ഇംപ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ കസ്റ്റമേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ, ഫീഡ്ബാക്ക് തരുന്നുണ്ടാവും. നെക്സ്റ്റ് ഒരു പോയിന്റ്, സ്കെയിൽ വിത്ത് ഓട്ടോമേഷൻ എന്നുള്ളതാണ്. നമുക്ക് ഇൻകം വരൽ തുടങ്ങി കഴിഞ്ഞാൽ വൺസ് ഇൻകം ഈസ് കമ്മിങ്, നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സിസ്റ്റം എല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. SOPs, അതുപോലെ തന്നെ ടെംപ്ലേറ്റ്സ്, ടീം മെമ്പേഴ്സ്, CRM സിസ്റ്റം, റെക്കോർഡ് ട്രെയിനിങ്സ് എല്ലാം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യണം. നമ്മുടെ വാട്സപ്പിൽ പോകുന്ന മെസ്സേജസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ CRM ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മെസ്സേജിനൊക്കെ റീപ്ലേസ് കൊടുക്കുന്നതും അതുപോലെ നമ്മൾ ഒരു ജസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ നമ്മുടെ ഷെയർ ചെയ്യാം. ഇവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു സെയിം കാര്യം തന്നെ 50 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ വൺസ് ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് അത് നമ്മൾ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ലീഡ്സുകൾക്കെല്ലാം, പിന്നീട് വരുന്ന എല്ലാ ലീഡ്സിനും നമുക്ക് ഈ ഒരു റെക്കോർഡ്സ്, ലിങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ്. നമുക്ക് അതിലൂടെ കിട്ടുന്നത് എന്താ വെച്ചാൽ ഈ ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടൈം ഫ്രീഡം കിട്ടും. ടൈം ഫ്രീഡം ഈക്വൽ ടു സിസ്റ്റം ഫ്രീഡം എന്നുള്ളതാണ്. ഓട്ടോമേഷൻ ടേൺസ് ഇൻ ടു ലെവറേജ്. അത് നമ്മുടെ ബിസിനസിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മുടെ ഈ ഓട്ടോമേഷൻ നമ്മളെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഒരു ക്ലോസിംഗ് സമ്മറിയാണ്. നമ്മൾ ടോട്ടലായിട്ട് കവർ ചെയ്ത ഏരിയയിലൊന്നുകൂടെ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാരിറ്റി ആണ്. രണ്ടാമത് വാലിഡേഷൻ ആണ്. എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തു. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നീഷ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഓഫർ സെറ്റ് ചെയ്യാം, സെയിൽസ് സിസ്റ്റം ചെയ്യാം, അതുപോലെ എക്സിക്യൂഷൻ, ഓട്ടോമേഷൻ ആൻഡ് സ്കെയിലിംഗ് ആണ്. ഈ ഒരു പോയിന്റ്സ് ആണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്.